ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായക ദിനമാണ്. ഇഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിധി പറയാനിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 ഇന്നത്തെ വിധി ഉണ്ടാകുക. എന്തായാലും ജയിലിനകത്ത് തന്നെ ആയിരിക്കുമോ അതോ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമോ എന്ന് ഇന്നറിയാം. ഇനി മണിപ്പൂർ വിഷയത്തിൽ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാർ ഇടപെട്ടതോടെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി അറിയിച്ചത്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന എല്ലാ സഹായവും കേന്ദ്രം നൽകുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഈ വാർത്തകളുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് ഗൗതം അനന്തനാരായണനാണ്. ഗൗതം, ഗുഡ് മോർണിംഗ്. ആദ്യം നമുക്ക് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് എത്താം. അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ന് വിധി ഉണ്ടാകുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? ഇന്ന് ഈ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധി പറയാനിരിക്കുകയാണ്. കഴിഞ്ഞ 21-ാം തീയതിയാണ് അരവിന്ദ് കെജ്രിവാളിനെ വസതിയിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് തീഹാർ ജയിലിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. 2 തവണ ED കസ്റ്റഡിയിലും അതിനുശേഷം പിന്നീട് റോസ് അവന്യൂ കോടതി 15 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലും അരവിന്ദ് കെജ്രിവാളിനെ വിട്ടിരിക്കുകയാണ്. ഈ മാസം 15-ാം തീയതി വരെ റോസ് അവന്യൂ കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി തുടരും. ഇനിയും 15-നാണ് കെജ്രിവാളിനെ വീണ്ടും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ 21-ാം തീയതി അറസ്റ്റിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഇപ്പോഴത്തെ ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 2 തവണ ഹൈക്കോടതി വാദം കേട്ടിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ വിധി പറയുന്നതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. കെജ്രിവാളിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ വിധിപ്രസ്താവമാണ് ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും വരുന്നത്. കാരണം ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ 15-ാം തീയതി വരെ വീണ്ടും അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ തന്നെ തുടരും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യപ്രകാരമാണ് റോസ് അവന്യൂ കോടതി നേരത്തെ ഈ കസ്റ്റഡി കാലാവധി നീട്ടി നൽകിയത്. ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ED കസ്റ്റഡിയിലും അതിനുശേഷം പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കും അയക്കുകയായിരുന്നു. മാത്രമല്ല ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ED നിരവധി ആം ആദ്മി നേതാക്കളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയുള്ള ഹർജിയിൽ വിധി പറയാൻ പോകുന്നത്.